ചെങ്ങായിമാരെ ഞാനുണ്ടല്ലോ രാവിലെ തന്നെ ചിരിച്ച് പണ്ടരടങ്ങി. വേറൊന്നുമല്ല, രാവിലെ തന്നെയല്ല ഞാൻ കണ്ടത് നമ്മളെ ട്രംപില്ലേ, ട്രംപണ്ണന്റെ ഓട്ടാണ്. ഒരു ഒന്നൊന്നര ഓട്ടം. ഒരു മനുഷ്യനുണ്ടല്ല ജീവന് വേണ്ടി ഓടുമ്പോഴല്ല കളിയാക്കിയിട്ട് ആരും ചിരിക്കാൻ പാടില്ല. പക്ഷെ ഈ ചങ്ങായി ജീവന് വേണ്ടി ഓടുന്ന ഓട്ടം കണ്ടപ്പം എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. കാരണം ലോകത്തെ മൊത്തം ഭീഷണിപ്പെടുന്ന ഈ വട്ടവളിൻ ഇത്രമാത്രം പേടിത്തൊണ്ടരാണെന്ന് ഇന്നാണ് ഞാൻ അറിഞ്ഞത്. ട്രംപോടി ആ ഏരിയയിലുണ്ടല്ല പുല്ല് പോയിട്ട് ഒരു മണ്ണാങ്കട്ടി മുളക്കൂല. കാരണം ഉണ്ടല്ല ഓടുന്ന ഓട്ടത്തിൽ മൊത്തം നടിച്ചിട്ടാണ് നമ്മുടെ ട്രംപണ്ണൻ ഓടിയത്. ലോകത്ത് ഏറ്റവും കൂടുതൽ സുരക്ഷയുണ്ടെന്ന് പറഞ്ഞ ഒരു പ്രസിഡന്റിന്റെ വൈറ്റ് ഹൌസിന്റെ ഉള്ളിലാണ് ഒരു ചങ്ങായില്ല തോക്കുമായിട്ട് വന്നിട്ട് ഒരു വടിയല്ല 8ഓളം വെടി പൊട്ടിച്ചത്. അപ്പൊ ഇവന്മാരെ തള്ളുന്ന സുരക്ഷയുണ്ടല്ല ലോകത്ത് ഏറ്റവും വലിയ സുരക്ഷ, അത് എത്രമാത്രം കോമഡിയാണെന്നും എത്രമാത്രം തള്ളാണെന്നും എല്ലാവർക്കും മനസ്സിലായില്ലേ. ഒരു കാര്യമുണ്ട്, ആ ആക്രമിക്കണ്ടല്ല എല്ലാ കഴിവും ഉണ്ടായിരുന്നു, എല്ലാ കഴിവും. പക്ഷെ ഉന്നത്ത് കൊള്ളിക്കാനുള്ള കഴിവ് മാത്രം ആക്രമിക്കില്ലാണ്ടായി പോയി. അങ്ങനെ ഒരു കഴിവും കൂടി ആക്രമിക്കുണ്ടായിരുന്നെങ്കിൽ നമ്മളെ ട്രംപണ്ണല്ല ഇങ്ങനെ പിണ്ടുവിട്ടിട്ട് ഓടേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല, ഓടേണ്ട ആവശ്യമേ ഉണ്ടാകില്ലായിരുന്നു. സ്വന്തം രാജ്യത്ത് സ്വന്തം വീട്ടില് ഒരു സുരക്ഷയില്ലാത്ത ഈ ചങ്ങായിയാണ് ലോകരാജ്യങ്ങള് വെട്ടിപ്പിടിക്കാൻ വേണ്ടി നടക്കുന്നത്. ഈ സംഭവം നടക്കും ഈ ചങ്ങായി മാത്രമല്ല വേറൊരുത്തരും ഉണ്ടായിരുന്നു. ഇവനെ പോലെ തള്ളുന്ന വേറൊരുത്തനില്ലേ JD വാൻസ്, മൂപ്പറുണ്ടായിരുന്നു. JD വാൻസ് ആദ്യത്തെ വെടി പൊട്ടിയ പാടെ തന്നെ ഓടിയ വഴി എല്ലാവർക്കും മനസ്സിലാവും. അതെന്താ മനസ്സിലാവുന്നറിയാം, അമ്പലത്തിലെ ഉത്സവത്തിന് ആനേനെ കൊണ്ടുവന്നില്ലേ, ആനിങ്ങനെ പിണ്ടമിട്ടിട്ടല്ലേ പോവാ. അതുപോലെയാണ് JD വാൻസ് ഓടിയ ഭാഗത്തൊക്കെ ഉണ്ടല്ല പിണ്ടമിട്ടിട്ടാണ് ഓടിയത്. അതുകൊണ്ട് ആദ്യത്തെ വടി പൊട്ടിയപ്പോ തന്നെ JD വാൻസ് ഓടിയ വഴിയുണ്ടല്ല സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വേഗം മനസ്സിലായി. അപ്പൊ JD വാൻസ് പിണ്ടമിട്ട് ഓടിയതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും അപ്പൊ ട്രംപണ്ണനും പിണ്ടമിട്ടിട്ടല്ലേ ഓടിയെന്ന്. അതെ, ട്രംപണ്ണുണ്ടല്ല ഒറ്റയടിക്ക് പിണ്ടം മൊത്തം ഇട്ടിന്. പിന്നെ കൂടെ ഇടാൻ വേണ്ടിട്ട് പിണ്ടമുണ്ടല്ല ട്രംപണ്ണ ഉണ്ടായിരുന്നില്ല, ഒറ്റയടിക്ക് എല്ലാ പിണ്ടം ഇട്ട്. അതായത് ആദ്യത്തെ വെടി പൊട്ടിയിട്ടില്ലേ അപ്പൊ തന്നെ ട്രംപണ്ണന്റെ വയറ്റിലുണ്ടായിരുന്ന മൊത്തം പിണ്ടം ഒറ്റയടിക്ക് പോയിനി. എന്നാലും നമുക്ക് ബാക്കി കോമഡി കഥകളെല്ലാം പറയുന്നതിന് മുമ്പല്ലേ ഇതിന്റെ ഒരു വാർത്ത കേട്ടിട്ട് വരാം. അതിനുശേഷം ബാക്കി കോമഡി കൂടി കേൾക്കാം. ട്രംപ് പങ്കെടുത്ത ചടങ്ങിൽ വെടിവെപ്പ്. വൈറ്റ് ഹൌസ് റിപ്പോർട്ടർമാരുടെ വിരുന്നിലാണ് വെടിവെപ്പുണ്ടായത്. ട്രംപും ഉദ്യോഗസ്ഥരും സുരക്ഷിതരെന്ന് CNN. ആയുധധാരി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ട്രംപിനെയും JD വാൻസിനെയും സുരക്ഷിതരായി പുറത്തെത്തിച്ചു. MC നാസറുണ്ട് ദുബായിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി. MC നാസർ, എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? ഈ വെടിവെപ്പിന് പിന്നിൽ ആരെന്നതിൽ സംശയമുണ്ടോ? ഈ ആയുധധാരി കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു, അദ്ദേഹം ആരാണ്? അല്പം മുമ്പ് വാഷിംഗ്ടൺ DC-യിലാണ് ഈ സംഭവം അരങ്ങേറിയിരിക്കുന്നത്. ഹിൽട്ടൺ ഹോട്ടലിൽ വൈറ്റ് ഹൌസിൽ കറസ്പോണ്ടൻസ് അസോസിയേഷന്റെ ചടങ്ങായിരുന്നു സംഭവം. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്, അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് JD വാൻസ്, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. പൊടുന്നനെയാണ് വെടിവെച്ച കേട്ടതെന്നാണ് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. 5 മുതൽ 8 വരെ വെടിവെച്ചകൾ കേട്ടതായി, വലിയ ശബ്ദത്തിലായിരുന്ന വെടിവെച്ചകൾ. അതോടുകൂടി പരിഭ്രാന്തരായ ട്രംപിനെയും അതോടൊപ്പം തന്നെ JD വാൻസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെയും ആ പരിഭ്രാന്തിയുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് സീക്രട്ട് ഏജന്റുമാർ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. വലിയ പരിഭ്രാന്തിയുടെയും ആശങ്കയുടെയും മിനിറ്റുകളായിരുന്നു പിന്നിട്ട് പോയതെന്ന് CNN ഉൾപ്പെടെ അമേരിക്കൻ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ആർക്കെങ്കിലും ഏതെങ്കിലും അർത്ഥത്തിലുള്ള പരിക്കേറ്റതായിട്ട് ഇതുവരെ സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടില്ല. അതേസമയം ആയുധധാരിയെ വകവരുത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ വിവിധ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട്. ആരാണ് ഈ ആക്രമണത്തിന് തുനിഞ്ഞതെന്നും എങ്ങനെ ഇത്രയും സുരക്ഷിതമായിട്ടുള്ള ഒരു കേന്ദ്രത്തിൽ ഈ തോക്കുമായിട്ട് ഒരാൾക്ക് പ്രവേശിക്കാൻ സാധിച്ചു എന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും വരും മണിക്കൂറുകൾ വലിയ തോതിൽ ചർച്ചയാവും. കാരണം ട്രംപും JD വാൻസും പങ്കെടുക്കുന്ന ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള, അതും ഈ സംഘർഷം, ഇറാൻ സംഘർഷവും വെനിസ്വേല പ്രശ്നവും മറ്റൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്രയും സുരക്ഷിതമായിട്ടുള്ള കേന്ദ്രത്തിൽ തോക്കുമായിട്ട് പുറത്തുനിന്നുള്ള ഒരാൾക്ക് പ്രവേശിക്കാൻ സാധിച്ചുവെങ്കിൽ അമേരിക്ക പറയുന്ന, അല്ലെങ്കിൽ അമേരിക്കയിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ആ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള വലിയ ഈ സുരക്ഷിതത്വം, അത് ട്രംപൊക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടി എന്ന് പറയുമ്പോൾ അത്രയധികം സുരക്ഷ ഒരുക്കിക്കൊണ്ട് തന്നെയായിരിക്കും ആ പരിപാടി കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവുക. ഈ സുരക്ഷാ വീഴ്ച എന്തെങ്കിലും അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? എന്ത് സുരക്ഷാ വീഴ്ച പങ്ങളെ? ആദ്യത്തെ വെടി തന്നെ ഉണ്ടല്ല നമ്മുടെ ട്രംപ് അവിടെ ബോധം കെട്ട് വീണ്. ആ ബോധം കെട്ട് വീഴിൽ തന്നെ ട്രംപിന്റെ വയറ്റിലുണ്ടായിരുന്ന എല്ലാ വേസ്റ്റും ഉണ്ടല്ല, എല്ലാ പിണ്ടവും അപ്പൊ തന്നെ പോയി. അതോടുകൂടി ആ നാറ്റം കൊണ്ടുണ്ടല്ല സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക്, അവർക്ക് പോലും ട്രംപിന്റെ അടുത്ത് പോകാൻ പറ്റിയില്ല. അത്രയും നാറ്റം വന്നതുകൊണ്ട് മാത്രമായിരിക്കും നമ്മൾ ആക്രമിന്റെ ഉന്നം മൊത്തം 8 ഉന്നവും ഒറ്റയടിക്ക് തെറ്റിയത്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഇത്രമാത്രം പേടിക്കൊടലായ ഒരു ഭരണാധികാരി ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തുണ്ടാവുമോ? ഒരു രാജ്യത്തും ഇത്രമാത്രം പേടിയുള്ള ഒരു ഭരണാധികാരി ഉണ്ടാവില്ല. പിന്നെ നിങ്ങളൊക്കെ പറയുന്ന പോലെ സുരക്ഷാ വീഴ്ച വരാൻ വേണ്ടി ഇവർക്ക് എന്ത് വീഴ്ച വരാൻ വേണ്ടി? സുരക്ഷ ഉണ്ടെങ്കിലല്ലേ വീഴ്ച വരൂ. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ട്രംപണ്ണൻ ആദ്യത്തെ വെടിവെച്ച കട്ടപാട് ബോധം കെട്ട് വീഴുന്ന ആ മനോഹരമായ കാഴ്ച കണ്ടാലോ? ഞാൻ ഹൃദയം പറയുന്നില്ല, ആദ്യത്തെ വെടി പൊട്ടിയപാട് ട്രംപണ്ണൻ ബോധം കെട്ട ഒറ്റ വീഴ്ചയാണ്. ദൃശ്യങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് ഒന്ന് പോവാം.
കണ്ടല്ലോ ആദ്യത്തെ വെടിയൊച്ച കേട്ടപാട് ട്രംപണൻ അതിവിദഗ്ധമായി ബോധം കെട്ട് വീഴുന്നത്. പിന്നീടില്ല പിണ്ടമിട്ട ട്രംപണനിട്ട പിണ്ടുമില്ല അതിന്റെ നാറ്റം വരെ സഹിച്ചാണ് നമ്മുടെ ഉദ്യോഗസ്ഥർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ ട്രംപണനെ താങ്ങി പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നത്. ഇതാണ് ഏറ്റവും സുരക്ഷയുള്ള രാജ്യത്തിന്റെ, ഏറ്റവും സുരക്ഷയുള്ള പ്രസിഡന്റിന്റെ ഏറ്റവും കോമഡിയായ, ഏറ്റവും പേടിച്ചിട്ടുള്ള അവസ്ഥ. ഈ അവസ്ഥയൊക്കെ കാണുമ്പോൾ എങ്ങനെ ചിരിക്കാതിരിക്കും സുഹൃത്തുക്കളെ. ഇനി ഞാൻ നിങ്ങൾ കണ്ടില്ല ഇതിലെ ഏറ്റവും വലിയ കോമഡി കാണിച്ചു തരാം. അതായത് ആ അക്രമി ഉണ്ടല്ല തോക്കുമായി വെടിവെക്കാൻ വരുമ്പം ഇത് കണ്ട സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടല്ല അക്രമിനെ കണ്ടിട്ട് തിരിഞ്ഞോടുന്ന അതിമനോഹരമായ വീഡിയോ ഇതാ കണ്ടു നോക്ക്. എല്ലാരും കണ്ടല്ലോ സുരക്ഷാ ഉദ്യോഗസ്ഥർ അക്രമിനെ കണ്ടപാട് ഒരു മൂലക്കേക്ക് ഓടി. എന്നിട്ട് അക്രമി ഉണ്ടല്ല 100 മീറ്റർ ദൂരത്തെത്തിയപ്പോഴാണ് ബാക്കി സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ ഒരുമിച്ച് പിന്നാലെ ഓടിയത്. അതായത് ട്രംപിന് എന്ത് മണ്ണം കണ്ട സംഭവിച്ചാലും ഇവർക്ക് യാതൊരു കുഴപ്പമില്ല. ഇവർക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഒരു കുഴപ്പവും പറ്റാൻ പാടില്ല. അതാണ് അവരുടെ ലൈന്. ഇങ്ങനെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉണ്ടാകുമ്പോൾ നമ്മളെ ട്രംപണനും JD വാൻസും എങ്ങനെ ഓടാതിരിക്കും? പിണ്ടമിട്ടുകൊണ്ട് എങ്ങനെ ഓടാതിരിക്കും? ഇനി ഞാൻ നിങ്ങൾ കണ്ടില്ല അടുത്തൊരു വീഡിയോ കൂടി കാണിച്ചു തരാം. പേടിച്ചോടി പിണ്ടമിടലൊക്കെ കഴിഞ്ഞിട്ടില്ല കുളിച്ച് വൃത്തിയായിട്ട് നമ്മളെ ട്രംപണ്ണൻ വന്നിട്ട് അടുത്ത തള്ളുന്ന ഒരു മനോഹരമായ വീഡിയോ. പക്ഷെ ഈ തള്ളുണ്ടല്ല പണ്ടത്തെ പോലെയല്ല. പണ്ട് ഭയങ്കരമായ ഉഷാറിലും ഊർജ്ജത്തിലല്ലേ തള്ളല്. പക്ഷെ ഈ തള്ളുണ്ടല്ല പേടിച്ച് വിറച്ച് സങ്കടത്തോടു കൂടിയുള്ള ഒരു ചെറിയ തള്ളലാണ്. സത്യം പറഞ്ഞ ഈ വീഡിയോ കണ്ടപ്പോ ഞാൻ കരുതി പ്രസംഗം തീരുന്നതിന് മുമ്പേ നമ്മളെ ട്രംപണ്ണനല്ല ഒന്നുകൂടി താഴെ വീണു പോകുന്നു. എന്തായാലും പേടിച്ച് വിറച്ചുകൊണ്ട് നമ്മളെ ട്രംപണ്ണൻ തള്ളുന്ന ആ മനോഹരമായ കാഴ്ച കൂടി നമുക്ക് കാണാം. It's not a particularly secure building, and I didn't want to say this, but this is why we have to have all of the attributes of what we're planning at the White House. It's actually a larger room, and it's much more secure. It's drone-proof. വെടിപൊട്ടല് വോട്ടൊക്കെ കഴിഞ്ഞ് കുളിച്ച് വന്നിട്ട് നമ്മളെ ട്രംപണ്ണ സംസാരിക്കുമ്പോഴുള്ള ട്രംപണ്ണന്റെ അവസ്ഥ കണ്ടില്ലേകള്. എങ്ങനെ ചുറുചുറുക്ക്, എങ്ങനെ ഊർജ്ജം ഉണ്ടായിരുന്ന ചെറുപ്പക്കാരനായിരുന്നത്. രണ്ട് വെടിയൊച്ച കേൾക്കുമ്പോഴേക്ക് തകർന്ന് തരിപ്പണായി പോയി. ഈ ചങ്ങാതിയുണ്ടല്ലോ ഇപ്പൊ സംസാരിക്കുമ്പോഴും ചങ്ങാതിന്റെ മുഖം കണ്ടാലറിയാം ഇപ്പുറത്തും എങ്ങാനും വെടിയുണ്ടുകള് ചീറിപ്പാഞ്ഞുകൊണ്ട് വെടിയുണ്ടുകള് ഇയാളുടെ നേരെ വരുമെന്നുള്ള നല്ലൊരു പേടി ഇയാളെ മുഖത്തുണ്ട്. അതിന്റെ കാരണം എന്താ അറിയാ? അക്രമിനെ കാണുമ്പോ പേടിച്ചോടുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരല്ലേ ഇയാൾക്കുള്ളത്. പിന്നെ എങ്ങനെ ഇയാൾ പേടിക്കാതിരിക്കും? എന്റെ ട്രംപണ്ണ ഇങ്ങനത്തെ പരിപാടിക്കല്ല ഇറങ്ങുമ്പോഴല്ല മരണത്തെ പോലും പേടിയില്ലാത്ത അത്രയും ധൈര്യം വേണം. ആ ധൈര്യം ഉണ്ടല്ലോ നിങ്ങൾ സദ്ദാം ഹുസൈനി, മായത്തുള്ള അലി ഖമേനിയില്ലേ അവരെ പോലുള്ളവരെ കണ്ട് ഒന്ന് പഠിക്കാൻ നോക്ക്. തങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും തങ്ങളെ വിശ്വസിക്കുന്ന തങ്ങളുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മരണം വരിച്ച പേടിച്ചോടാതെ മരണം വരിച്ച അവരുണ്ടല്ല അവരെ കണ്ട് പഠിക്കേണ്ട ട്രംപണ്ണ. സദ്ദാം ഹുസൈനും മായത്തുള്ള അലി ഖമേനിയൊക്കെ ഉണ്ടല്ല അവരൊക്കെ ധീരന്മാരാണ്, ശക്തരായ ധീരന്മാർ. അവരുടെ പേരിന്റെ കൂടെയൊക്കെ നിങ്ങളുടെ പേര് ഒരിക്കലും പറയാൻ പോലും പാടില്ല. നിങ്ങൾ ജീവിതകാലം മുഴുവനുണ്ടല്ല ഇങ്ങനെ പേടിച്ചോടി പിണ്ടമിട്ടുകൊണ്ടേയിരിക്കും. പക്ഷെ നിങ്ങളെ പേരെന്താണ്? ലോകത്ത് ഏറ്റവും സുരക്ഷയുള്ള രാജ്യത്തിന്റെ ഏറ്റവും സുരക്ഷയുള്ള പ്രസിഡന്റ്. പക്ഷെ പണി എന്താണ്? പേടിച്ചോടല്. ഒരു വെടിയച്ച കേൾക്കുമ്പോഴേക്കും പേടിച്ചോടല്. ആ ലോകത്ത് ഏറ്റവും സുരക്ഷയുള്ള രാജ്യത്ത് ഏറ്റവും സുരക്ഷയുള്ള പ്രസിഡന്റിന്റെ അടുത്തേക്ക് ആർക്ക് വേണമെങ്കിലും കയറി പോകാം, ആർക്ക് വേണമെങ്കിലും എത്ര വേണമെങ്കിലും വെടി പൊട്ടിച്ചുകൊണ്ടേയിരിക്കാം. എത്ര വെടി നിങ്ങൾ പൊട്ടിച്ചാലും ആദ്യത്തെ വെടി തന്നെ നമ്മുടെ ട്രംപണ്ണന്റെ ബോധവും പോവും, പിണ്ടവും പോവും. അപ്പോഴെന്തായാലും രാവിലെ തന്നെ എന്നെ കുടുകുടാ ചിരിപ്പിച്ച ട്രംപണ്ണന്റെ വീഡിയോ നിങ്ങളെ ഞാൻ കാണിച്ചതേ ഉള്ളൂ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളും കുടുകുടാ ചിരിച്ചു എന്ന വിശ്വാസത്തോടു കൂടി എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൽ.